ഓക്കെ, ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കണക്കൂട്ടിയാൽ മതി. കാരണം നോ ഡിഡ് നോ കട്ട് ഇത്രാമത്തെ വീഡിയോ അത് മറ്റേ ക്യാപ്ഷനിലായിരിക്കുള്ളൂ. ഓക്കെ, എന്ന് വെച്ചാല് പെട്ടെന്ന് ഞാൻ തീർക്കാം. കാരണം ഞാനിവിടെ കണ്ടു, പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാം ശരിയാവും എന്നുള്ളൊരു വാക്ക്. ഇറ്റ്സ് ഗോണ ബി റൈറ്റ്. അത് നമ്മളെ സെൽഫിനെ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്ന സംഭവമായിരിക്കും, അത് നല്ലതാണ്. പക്ഷെ സംടൈംസ് എല്ലാം ശരിയാവും ശരിയാവും. നിങ്ങൾ എപ്പോഴും ഓർത്തിട്ടുണ്ടോ എല്ലാം ശരിയാക്കണം എന്നുള്ളത്? എല്ലാം ശരിയാക്കണം, ശരിയാവുന്നല്ല, ശരിയാക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ പരിശ്രമിക്കണം, പറഞ്ഞിട്ട് കാര്യമില്ല, പരിശ്രമിക്ക. എന്ന് വെച്ചാല് നാളത്തേക്കല്ല. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഒരു സ്വപ്നം കണ്ട് എന്നിട്ട് പറയും വൺ ഡേ ഐ വിൽ റീച്ച് ദാറ്റ്, ആ ഒരു പ്ലേസിൽ എത്തും എന്ന് പറയുന്നത്. സോ നിങ്ങൾ ചിന്തിക്കുന്നില്ല ഡേ വൺ, ഇന്ന് തുടങ്ങാം. ഡേ വൺ, നോട്ട് ദാറ്റ് ഡേ, ഡേ വൺ. എല്ലാം ശരിയാകുമെന്നല്ല, ശരിയാക്കണം, ശരിയാക്കണം. ഡേ വൺ പരിശ്രമിക്കണം, പരിശ്രമിച്ചാൽ പോരാ, ഡേ വൺ. ഓക്കെ, അതുപോലെ തന്നെ നമ്മള് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാം, മറ്റുള്ളവരെങ്ങനെ പെരുമാറണം അതുപോലെ നിങ്ങളും അതുപോലെ പെരുമാറിയാൽ മതി. ചെറു ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യം. ഒരാള് നമ്മളെങ്ങനെയാണോ കാണുന്നത് അതുപോലെ തിരിച്ച് പെരുമാറുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മളോട് ഇപ്പൊ ഒരാൾ സംസാരിക്കാൻ വന്നില്ല നമ്മളങ്ങോട്ട് സംസാരിക്കണ്ട എന്ന് പറയും, നമ്മളോട് മിണ്ടാൻ വന്നില്ല നമ്മളങ്ങോട്ട് മൈൻഡ് ചെയ്യേണ്ട എന്നൊക്കെ പറയും. അതിൽ നിങ്ങളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങളിപ്പോ ഒരാൾ ഉപദ്രവിച്ച്, നിങ്ങൾ ഒരാള് പലതും ചെയ്തു, സോ നിങ്ങൾക്ക് ഭയങ്കര മെന്റൽ ഹീലിങ്ങും സ്ട്രെങ്ത്തും ഇന്റലിജൻസ് പവറും ഉണ്ടെങ്കിൽ നിങ്ങൾ വിത്തിൻ സെക്കൻഡ് അയാളെ നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് ശേഷം ആ മാറ്റർ നിങ്ങൾ എന്താക്കുന്നതാണ്, അവരോട് പോയിട്ട് പറയാണ്. ചിലപ്പോൾ തോളിൽ തട്ടിയിട്ട് പറയാ, തോളിൽ തട്ടിട്ട് ബ്രദർ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവർക്ക് തോറ്റു കൊടുക്കുക. സംടൈംസ് അത് നല്ലൊരു കാര്യമായിരിക്കും. കാരണം നിങ്ങൾ എന്തെങ്കിലും അതൊരു ലവ് സ്റ്റോറിയിലായിക്കോട്ടെ, ഒരു ഫാമിലി ആയിക്കോട്ടെ, നിങ്ങൾ അവർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിരി വരും അവർ പറയുന്ന കാര്യങ്ങൾ. ദേഷ്യപ്പെടുന്ന വെച്ചാല് നമ്മൾ അത്ര കൂളായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും അവര് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിരി വരും. ഓക്കെ, പക്ഷെ യു ഡോണ്ട് അതുപോലെ പെരുമാറണം എന്നൊന്നില്ല. അവരെ തോളിത്തിട്ട് പറയാം ഇറ്റ്സ് ഓക്കെ കൂൾ ബ്രദർ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് എന്ന് പറയാ. ഓക്കെ, ഞാനത് ചെയ്തോളാം പറഞ്ഞിട്ട് അയാളെ ഇതാക്കിയാൽ, സോ യു ആർ ദ മെച്യൂരിറ്റി ആയിട്ടുണ്ട്. സോ അവര് പെരുമാറുന്ന പോലെ നമ്മൾ തിരിച്ചങ്ങോട്ട് പെരുമാറണ്ട. തോളിത്തട്ട, അല്ലെങ്കിൽ അവർ മൈൻഡ് ആക്കുന്നില്ല അങ്ങോട്ട് പോയി മൈൻഡ് ചെയ്തിട്ട് എന്താണോ ഓക്കെ ആണോ സെറ്റ് ആണോ അങ്ങോട്ട് ചോദിക്കുക. സോ എന്റെ ഒരു പേഴ്സണൽ കാര്യം പറയട്ടെ, എന്നോട് ആരെങ്കിലും ദേഷ്യം പിടിച്ചു കഴിഞ്ഞാല് എനിക്ക് അയാളോട് ഒരു വിരോധം ഉണ്ടാവില്ല, ഒരു വെറുപ്പോ. ആ ഒരു ദേഷ്യം പിടിച്ച് കഴിഞ്ഞ് വിത്തിൻ മിനിറ്റ്സിനകം ഞാൻ തന്നെ അങ്ങോട്ട് സംസാരിച്ച് പിന്നെ എനിക്ക് അയാൾ ഓർമ്മ ഉണ്ടായില്ല അയാൾ പറഞ്ഞ എന്താ കാര്യങ്ങൾ, ഞാനത് ആ മൈൻഡിൽ ഇടാതിരിക്കുക. എനിക്ക് അതിന്റെ കാര്യങ്ങൾ പിറ്റേ ദിവസം അവർക്കത് ഓർമ്മ ഉണ്ടാവും. നമ്മുടെ ദേഷ്യപ്പെട്ട കാര്യങ്ങളും നമ്മുടെ വെറുപ്പുള്ള കാര്യങ്ങളൊക്കെ അവർക്കത് ഓർമ്മ ഉണ്ടാവും. പിറ്റേ ദിവസം ഒരാഴ്ച ഓർമ്മ ഉണ്ടാവും, ചിലപ്പോൾ വർഷങ്ങൾ ഓർമ്മ ഉണ്ടാവും കാര്യങ്ങൾ. സോ ഐ ഡോണ്ട് സ്റ്റിൽ ആ 1 മിനിറ്റിൽ ഞാൻ അത് എടുത്ത് കളഞ്ഞില്ല. എനിക്ക് അതിനെ കുറിച്ച് ഓർമ്മയില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ ഓർത്ത്, കാരണം അതിനാ പറയുന്നത് നമ്മളെ പോയി ഒരു പാഷൻ ആയിക്കൊണ്ടിരിക്കണം എന്ന്. അപ്പൊ നമ്മൾ അതിന് ഫോക്കസ്ഡ് ആവും. അപ്പൊ നമുക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല, ഇതിന് പോയിട്ട് തർക്കിക്കാനുള്ള സമയം ഉണ്ടാവില്ല. നമ്മൾ പിന്നെയും നമ്മൾ ആളുകളോട് പോയിട്ട് ഇന്ററാക്ഷൻ ചെയ്യും. ചിലപ്പോൾ അവർ മിണ്ടാണ്ടിരിക്കും, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കും, നമ്മൾ അതിനോട് കാര്യങ്ങൾ പറയും, ചിരിക്കും, കളിക്കും, നമ്മളിങ്ങ് പോരും. അവരങ്ങനെയാണോ അങ്ങനെ ആയിക്കോട്ടെ, അത് നാച്ചുറൽ ആണ്. ദേ ഹാവ് ഡോണ്ട് നോ വാട്ട് ദേ ആർ ലൈഫ് ഗോയിങ്. എന്ത് ചെയ്യണം എന്നറിയാത്തവർക്കാണ് അങ്ങനത്തെ ഒക്കെ വരുന്നത്. വെറുപ്പ് പിടിക്കുക, വർഷങ്ങളോളം അത് ഹോൾഡ് വെക്കുക മൈൻഡിലൊക്കെ എന്ന് പറഞ്ഞത്. സോ നമ്മളെ മൈൻഡിൽ തന്നെ ഇയാൾ ഓർമ്മ ഉണ്ടാവും തന്നെ നമുക്കറിയില്ല. വിത്തിൻ മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. സോ അതുപോലെ ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടില്ല, ഡേ വൺ ഇന്ന് തുടങ്ങാം.
എല്ലാം ശരിയാവുമെന്നല്ല, ശരിയാക്കണം. ശരിയാക്കണം എന്ന് പറഞ്ഞാല്, ഇക്കണം എന്ന് പറഞ്ഞാല്, ശരിയാവും എന്ന് പറഞ്ഞാല് സമയത ഇവിടുന്നോട്ടൊരു ശരിയാവണം, നീണ്ടു സാധനം. ശരിയാക്കണം എന്ന് പറഞ്ഞാൽ ശരിയാക്കണം, ലിമിറ്റഡ് പീരീഡ് ആയിരിക്കും, ഒരു ടാർജറ്റ് കിട്ടി നമുക്ക്. അപ്പൊ അതിനുള്ളിൽ നമ്മൾ പരിശ്രമിച്ച് അത് ശരിയാക്കി എടുക്കും. കണം എന്ന് പറഞ്ഞാൽ അത് നീണ്ട്, പിന്നെ നമ്മൾ അതിനോട് ഇങ്ങനെ സമയം എടുത്തുകൊണ്ടിരിക്കും. കൂടുതൽ സമയം എടുക്കുമ്പോഴും അത് മെല്ലെ ദൂരെ ദൂരെ ഉണ്ടാവും. ചിലപ്പോൾ കുറെ സമയം എടുത്താൽ നമുക്ക് എത്തും, അത് വേറെ കഷ്ണം. പക്ഷെ നമ്മുടെ ബിലീഫ്സ് നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ ശരിയാക്കണം എന്നാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക്, നിങ്ങൾ 1x 2x പവർ കൂട്ടുന്ന സമയം കൊണ്ട് ശരിയാക്കണം എന്ന് പറഞ്ഞാൽ 10x 20x പവർ കൂടി. അപ്പൊ നിങ്ങൾക്ക് സ്കില്ല് ബെനിഫിറ്റ് കൂടും. ഓക്കെ, ഗോ ഹെഡ്.